നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോൾ ഒരു നല്ല ഈ ഹണിമൂൺ എന്ന് ഒരു പറയില്ലേ, ഹണിമൂൺ ടൈം 1 year 2 year 3 year, പിന്നെ ഒരു കുട്ടിയാവുന്നു. കുട്ടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഹണിമൂൺ ലൈഫ് തീരും, അങ്ങനെയാണ് ആൾക്കാർ പറയുക. പിന്നെ നോക്കുമ്പോൾ അച്ഛനും അമ്മയുടെയും ലൈഫിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആ കുഞ്ഞാണ് അവരുടെ ജീവിതം നയിക്കുന്നത്. അത് റൈറ്റ് ആണോ റോങ് ആണോ? ലൈറ്റ്സ് ഓഫ്. എൻ്റെ ലൈഫ് വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ പാർട്ട്ണർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. മോള് ജനിച്ചപ്പോഴും അതിനുശേഷവും ഇപ്പോഴും ഞങ്ങളുടെ ഇടയിൽ അതുപോലെ തന്നെയാണ്. 13 years ആവാൻ പോകുന്നു. അപ്പോൾ അതുവരേക്കും എനിക്ക് 2 years കഴിഞ്ഞാണ് മോള് ജനിച്ചത്. അപ്പോൾ അതുവരെ കുറേ ആ മോള് ജനിക്കുന്ന ടൈമിലും കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്. അപ്പോൾ അതിനും എൻ്റെ കൂടെ സപ്പോർട്ടായാണ് എൻ്റെ ഹസ്ബൻഡ് നിന്നത്. ഇന്നും എനിക്ക് അതുപോലെ എനിക്ക് എന്താണ് ഇഷ്ടം, ഞാനൊരു CA ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. പക്ഷേ ഞാൻ അതിൽ ജോബ് ചെയ്യാതെ എൻ്റെ പാഷൻ എന്താണ്, എൻ്റെ എല്ലാത്തിനും എനിക്ക് ഒരു സപ്പോർട്ടാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഈ ഹണിമൂൺ ലൈഫ് തുടർന്ന് ജീവിക്കണം എന്നല്ലേ പറയുന്നത്, കുഞ്ഞ് വന്നാലും വന്നില്ലെങ്കിൽ അല്ലേ? അതെ അതെ, അത് നമ്മൾ രണ്ടുപേരും മനസ്സിലാക്കി ജീവിക്കുക. ഹണിമൂൺ സ്റ്റോപ്പ് ആവുന്നില്ല, നമ്മൾ സ്നേഹിച്ച് റൊമാൻറ്റിക്, അതെ, റൊമാൻസ് ഉണ്ടാവുക അതെ അല്ലേ? അതെ.